സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി പല സീസൺ കച്ചവടങ്ങളും നടത്തിയ വ്യക്തിയായിരുന്നു, മഹാനായിരുന്നു. എന്നും അദ്ദേഹം കച്ചവടത്തിന് പോകുമ്പോൾ ഒരു ദിവസം തുണിക്കച്ചവടക്കാരനായ മഹാനായ സൽമാൻ എന്നും അദ്ദേഹത്തിനൊരു പതിവുണ്ടായിരുന്നു. മദീന പള്ളിയിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദറത്തിൽ വന്നുകൊണ്ട് അവിടുന്ന് കാണിക്ക മേടിച്ചുകൊണ്ടാണ് മഹാനായ സൽമാൻ തൻ്റെ കച്ചവടത്തിന് പോകാറുള്ളത്. ഒരു ദിവസം പതിവ് പോലെ കാണിക്ക മേടിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് വരുന്ന സമയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടരിയിലുണ്ടായിരുന്ന സഹാബത്തിനോട് പറഞ്ഞു, അതാ പതിവ് പോലെ സൽമാൻ കാണിക്ക മേടിക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ ഇന്ന് കച്ചവടം കഴിഞ്ഞ് സൽമാനെ നിങ്ങൾക്ക് തിരിച്ച് വരവുണ്ടാവുകയില്ല, സൽമാനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ തൊട്ടരിയിലുണ്ടായിരുന്ന സഹാബത്തൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഇനി കാണാൻ കഴിയില്ലല്ലോ, ഇന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരില്ലല്ലോ സൽമാൻ. അങ്ങനെ മഹാനായ സൽമാൻ ഫാരിസി തൻ്റെ തുണിക്കെട്ടിൻ്റെ ഭാണ്ഡവുമേറിക്കൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നങ്ങനെ തുണിക്കെട്ടിൻ്റെ ഭാണ്ഡം അവിടെ ഇറക്കി വെച്ച് ഹബീബായ നബി തങ്ങളോട് കാണിക്ക മേടിച്ചുകൊണ്ട് സമ്മതം വാങ്ങി അവിടുന്ന് തൻ്റെ തുണിക്കെട്ടിൻ്റെ ഭാണ്ഡമേറിക്കൊണ്ട് അതാ തലയിലേറ്റിക്കൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി നടന്നു പോവുകയാണ്. അങ്ങനെ മരുഭൂമികളും പല മലങ്ങളും കാടുകളും ഒക്കെ താണ്ടിക്കൊണ്ട് അദ്ദേഹം അതാ ഇന്നത്തെ കാലത്തെ പോലെ വീടുകളും അതുപോലെ തന്നെ നല്ല റോഡുകളുമൊന്നുമില്ലാത്ത കാലത്ത് പല വഴികളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടതാ അല്പം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ അങ്ങകലി ചെറിയൊരു കൊച്ചുകുടിൽ കണ്ടു. ആ കൊച്ചുകുടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ മഹാനായ സൽമാൻ അവിടുന്ന് വിളിച്ചു ചോദിക്കുകയാണ്, ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസിക്ക് ആ പെരയുടെ ഉള്ളിൽ നിന്നും ചെറ്റക്കൂരയുടെ ഉള്ളിൽ നിന്നും ഇവിടെ ആളുണ്ട്, പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സ്ത്രീയാണ് ഞാൻ, എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ലാതെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കഴിയുകയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് വെള്ളവുമായി വരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസി തൻ്റെയും തുണിയുടെ ഭാണ്ഡക്കെട്ടങ്ങൾ അഴിക്കുകയാണ്. തുണിയുടെ ഭാണ്ഡക്കെട്ടഴിച്ചുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസി എന്ത് ചെയ്തെന്നറിയുമോ? അതിൽ നിന്ന് തുണികളെടുത്തുകൊണ്ട് ആ സഹോദരിയുടെ വീട്ടിലേക്ക് അങ്ങെറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ പെണ്ണാ വീട്ടിൽ നിന്നും വെള്ളവുമായി സൽമാനുൽ ഫാരിസിക്ക് കൊടുത്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ കച്ചവടം കഴിഞ്ഞു. വൈകുന്നേര സമയമായപ്പോൾ സുബ്ഹാനല്ലാഹ്, മദീന പള്ളിയുടെ മുമ്പിലൂടെ സാധാരണ പോകാറുള്ള വഴിയിലൂടെ പോകുന്നു. ആ സമയം അവിടുന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് അടുത്തുണ്ടായിരുന്ന സഹാബത്ത് പറഞ്ഞു, നബിയേ, അങ്ങല്ലേ ഇന്ന് രാവിലെ മഹാനായ സൽമാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇനി വൈകുന്നേരം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞത് അങ്ങല്ലേ നബിയേ, സൽമാനല്ലേ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ശരിയാണ്, ഞാൻ പറഞ്ഞതിലൊരു മാറ്റവുമില്ല, ഞാൻ പറഞ്ഞത് ശരി തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് സൽമാൻ ഒരു സദക്ക ചെയ്തു പോയി. ആ സദക്കയുടെ പ്രതിഫലം കാരണം അല്ലാഹു സൽമാന് ആയുസ് നീട്ടിക്കൊടുത്തു. ഇന്ന് അതിഭയങ്കരമായൊരു സദക്കയാണ് സൽമാൻ ചെയ്തിട്ടുള്ളത്. അസ്സദഖത്തു റദ്ദുൽ ബലായ. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഹദീസില്ല, എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലും വേണ്ടില്ല. സംഭവം എന്താണ്? സ്വതക്കയുടെ പ്രതിഫലമായി ആ സദക്ക ചെയ്തത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു? അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് ദീർഘിപ്പിച്ചു കൊടുത്തു എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് സ്വതക്ക എന്ന് പറയുന്ന സാധനം. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ തൻ്റെ വിറക് വെട്ടി കിട്ടുന്ന കാശുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പകുതി അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും പകുതി പാവങ്ങളായ ആളുകൾക്ക് സ്വതക്ക ചെയ്യുകയുമായിരുന്നു പതിവ്. ഏതായാലും സ്വതക്ക എന്ന് പറയുന്ന സാധനം നല്ലതാണെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ
അതാണ് സ്വതക്ക. എന്തൊരു കാര്യം സ്വതക്ക ചെയ്തുകൊണ്ട് നാം ഇറങ്ങിയാൽ നമുക്ക് രക്ഷയുണ്ട്. അത് നമ്മളെ ഒരുപാട് ആപത്ത് മുസീബത്തുകളെ തടയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് സൽമാനിൻ്റെ പാഠപദ്ധതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.